ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും പരസ്പരം ദോശകളൊക്കെ ഉണ്ടാക്കി കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അച്ചമ്മ പറയുന്നുണ്ട്, ഇനി എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിലിട്ട് കൊടുക്കണമെന്ന് പറയുവാണേ. അപ്പോഴേക്കും രേവതിയും സച്ചിയും പരസ്പരം നല്ല സ്നേഹത്തോടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും ശ്രുതിയും സുധിയും എല്ലാവരും വായിലിട്ട് കൊടുക്കുവാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അതേസമയം ചന്ദ്ര രവീന്ദ്രനെ നോക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, വായിലിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാരോടാ, അവർ കൊടുത്തോളും, നീ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുവാണ്. അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ചന്ദ്രക്ക് മനസ്സിലായി രവീന്ദ്രൻ്റെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന്. അപ്പോൾ വർഷ അച്ചമ്മേനോട് ചോദിക്കുന്നുണ്ട്, അച്ചമ്മേ ഇങ്ങനെയൊക്കെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഐഡിയാസൊക്കെ അച്ചമ്മയുടെ തലയിൽ നിന്ന് എങ്ങനെ വരുന്നു? അച്ചമ്മയുടെ അത് ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും അച്ചമ്മക്ക് നാണം വന്ന് ചിരിക്കുവാണേ. സച്ചി പറയുന്നുണ്ട്, ഇത്രയും നാളായിട്ട് അച്ചമ്മയുടെ മുഖത്ത് ഇങ്ങനൊരു നാണം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അച്ചമ്മയുടെ ലവ് മാരേജ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, ഞാൻ ആരെയും ലവ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ പുറകയിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കെട്ടിയതാന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയും, ഹോ അത് കൊള്ളാലോ, ആ സ്റ്റോറി ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, പണ്ട് ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അച്ഛനെ പാടത്ത് കന്യമായിട്ട് പോകുമ്പോഴേക്കും പാടത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ എന്നെ കണ്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ വന്നു, പിന്നെ എന്നെ പെണ്ണ് ചോദിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ വർഷ ചോദിക്കും, അപ്പോൾ അച്ചമ്മ ഓക്കെ പറഞ്ഞോ? പിന്നെ ഓക്കെ പറയാതെന്ന് അച്ചമ്മ ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഓ അപ്പോൾ അച്ചമ്മയ്ക്കും ഇഷ്ടമായിരുന്നു, അപ്പോൾ നിങ്ങളുടേത് ലവ് മാരേജ് തന്നെയാണെന്നൊക്കെ വർഷ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുവാണേ. ശ്രീകാന്ത് ചോദിക്കും, ഓ അപ്പോൾ അച്ചച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അച്ചമ്മക്ക് വായിലിട്ടൊക്കെ തരുമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, പിന്നെ പണ്ട് എനിക്ക് എപ്പോഴും വായിലിട്ട് തരുമായിരുന്നു. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിനെന്തിനാ ഇപ്പം വിഷമിക്കുന്നേ, ഇപ്പം വേണമെങ്കിൽ ഞാൻ വായിലിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി വായിലിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ശ്രീകാന്തും കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട്, അച്ചമ്മേ ഇനി ആൻറ്റിയുടെ അടുത്ത് അങ്കിളിന് വായിലിട്ട് കൊടുക്കാൻ പറയുവാണേ. അപ്പോഴേക്ക് ചന്ദ്ര ഇങ്ങനെ രവീന്ദ്രനെ നോക്കുന്നുണ്ട്. രവീന്ദ്രൻ്റെ മുഖമൊക്കെ മാറും. ചന്ദ്ര പയ്യെ ദോശ കഷ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴേക്ക് രവീന്ദ്രൻ എളുപ്പം ദോശയൊക്കെ തിന്ന് തീർത്തിട്ട്, എൻ്റെ വയറ് നിറഞ്ഞു, എൻ്റെ കഴിച്ചു കഴിഞ്ഞു, ഞാൻ എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുവാണേ. ചന്ദ്രയ്ക്ക് ഇത് കാണുമ്പോഴേക്കും വിഷമാവുന്നുണ്ട്. അപ്പോഴേക്കും അച്ചമ്മ നമ്മരെ സച്ചിനോട് പറയുന്നുണ്ട്, സച്ചി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേ നീ നിൻ്റെ അമ്മേനെ അച്ഛനെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരണം. ഇപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞല്ലേ ഉള്ളൂ കുടുംബത്തിൽ, ഇനി അതുപോലത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അവരെയും കൂട്ടി നീ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വാടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അതിനെന്താ അച്ഛമ്മേ, ഞാൻ റെഡി എന്നൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും ഈച്ച വിളിക്കുവാണേ സച്ചിയെ, എടാ സച്ചി ആ കാറ് റെഡി ആയിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്ന് തരണോ, അല്ലെങ്കിൽ നീ ഷോറൂമിലോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ വരാടാ, ഷോറൂമിൽ വന്ന് എടുക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട് പോകണു സച്ചിയേട്ടൻ എന്ന് പറയുമ്പോഴേക്കും രേവതി, നമ്മളൊരു കാറ് നോക്കിയായിരുന്നില്ലേ സെക്കൻഡ് ഹാൻഡിന്, ആ കാർ എടുക്കാൻ വേണ്ടി പോവാ, നീ പറഞ്ഞില്ലേ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് എടുത്താൽ മതിയെന്ന്, അച്ചമ്മ വന്നു, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി നമുക്ക് കാർ എടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, നമ്മൾ നോക്കി വെച്ച കാർ തന്നെയല്ലേ? അത് തന്നെയാണ്. അപ്പോൾ സച്ചിയേട്ടാ അച്ഛനെ അമ്മേനെ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നില്ലേ? ഓ അത് ശരിയാണല്ലോ, അന്ന് അവരെ കൊണ്ടുപോയിട്ട് പോയി കാർ എടുക്കാമല്ലേ? അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഏയ് വേണ്ട വേണ്ട, പുതിയ കാറിൽ അവരെ അമ്പലത്തിൽ കൊണ്ടുപോകാം, സച്ചിയേട്ടൻ പോയി കാർ എടുത്തിട്ട് വാന്ന് പറയുവാണ്. എന്നാൽ ശരി, നീയും റെഡിയായി നിൽക്ക് രേവതി, നമുക്ക് ഒന്നിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പോകുവാണേ. പിന്നെ കാണിക്കുന്നത് സുധിയുടെ ഷോപ്പാണ്. സുധി ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഇനി എന്നെ പരീക്ഷിക്കല്ലേ, കയ്യിലെ കാശൊക്കെ തീരാറായി, ഒരു മില്യണിയർ ആവണമെന്നായിരുന്നു എൻ്റെ സ്വപ്നം, അതൊന്ന് സാക്ഷാത്കരിച്ച് താ, ഇനി എന്നെ പരീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഒരാൾ കടയിലോട്ട് വരുവാണേ. സുധി, മിസ്റ്റർ സുധി. അപ്പോൾ സുധി പറയുന്നുണ്ട്, നാനാ എന്താ സർ, എന്താ വേണ്ടത്, എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും, വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഈ കത്തൊന്ന് തരാൻ വേണ്ടി വന്നതാന്ന് പറയുവാണ്. അപ്പോൾ സുധി ചോദിക്കും, കത്തോ? ആ കത്ത് പുറത്തുനിന്നൊരാൾ തന്നതാ നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട്. അപ്പോഴേക്കും സുധി ആ കത്ത് തുറന്ന് വായിക്കുവാണേ. അതിലെഴുതിയിരിക്കുവാണ്, സുധി ജാഗ്രത, നിങ്ങളെ ചുറ്റിനുമുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് അപകടം വരാൻ പോകുന്നു, എല്ലാവരെയും സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്താണ് സുധിക്ക് വന്നിരിക്കുന്നത്. അത് ആര് കൊടുത്തതാണെന്നോ എന്താണെന്നൊന്നും സുധിക്ക് അറിയില്ല. കത്ത് വായിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും കത്ത് കൊണ്ടെത്തുന്ന ആളെയും കാണാനില്ല, അയാൾ അവിടെ നിന്നും പോയി. അപ്പോഴേക്കും സുധി അത് ആരാണെന്ന് അറിയാൻ വേണ്ടി പുറകിലൊക്കെ പോയി നോക്കുന്നുണ്ട്, പക്ഷെ അയാളെ ആ കടയിൽ എവിടെയും കാണുന്നില്ലേ. സുധിക്കാണെങ്കിൽ ടെൻഷനായി, ഈ കത്തിലെന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, കൂടാതെ ഇങ്ങനെയും കൂടി എഴുതിയിട്ടുണ്ട്, ഞാൻ ആരാണെന്നോ എന്താണെന്നോ അന്വേഷിച്ച് എന്നെ പിന്തുടരുത്, നിങ്ങൾക്ക് ഭയങ്കര ഒരു അപകടമാണോ വരാൻ പോകുന്നതെന്നൊക്കെ എഴുതിയിരിക്കുവാണ് കത്തിൽ.
കടയിൽ മൊത്തം കുറേ അന്വേഷിക്കുന്നുണ്ട്. ആ കത്ത് കൊണ്ടുവന്ന ആളെ പുറത്തും പോയി അന്വേഷിക്കും. പക്ഷേ ആ പരിസരത്ത് പോലും അയാളെ ഒന്നും കാണാനില്ല. ശ്രുതി ആകെ ടെൻഷൻ കയറിയിരിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിയും മീരയും കൂടി ഷോപ്പിലോട്ട് വരുവാണ്. അവർ നോക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നല്ല ആലോചനയിലാണ്. ശ്രുതി പോയി തോണ്ടി വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്തു പറ്റി, എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി തൻ്റെ കയ്യിലുള്ള ലെറ്റർ ശ്രുതിക്ക് വായിക്കാൻ കൊടുക്കുവാണ്. അപ്പോൾ ശ്രുതി അത് വായിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിലെന്താ എഴുതിയിരിക്കുന്നത്, നമുക്ക് ആരെയൊക്കെയോ കൊണ്ട് അപകടം വരാൻ പോകുന്നു. ആരെ കൊണ്ട്, ഇതാരാ ഈ ലെറ്റർ തന്നേന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അറിയില്ല, ആരോ ഒരാൾ കൊണ്ടുവന്ന് തന്നു, ഞാൻ നോക്കിയപ്പോൾ പിന്നെ അയാളെ കാണാനും ഇല്ല, എനിക്ക് എന്താ ഏതാണെന്നൊന്നും അറിയില്ല ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിക്കുവാണേ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ചുറ്റിരിക്കുന്നവരെ കൊണ്ട് അപകടമെന്ന് പറയുമ്പോഴേക്കും ഒന്നെങ്കിൽ ഈ കടയിലുള്ളവരെ പറ്റി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറ്റിയാ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വീട്ടിലിരിക്കുന്നവരിൽ ആരെ കൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, സച്ചിൻ രേവതിയും, അതൊന്നും പുതിയതല്ലല്ലോ, അവരെപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരല്ലേ, പിന്നെ വേറെ ആരായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി അതാലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഇത് ശ്രുതിയെ പറ്റിക്കാൻ വേണ്ടി പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും ആരെങ്കിലും, അങ്ങനെ വേണ്ടി ചെയ്തതായിരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ പ്രാങ്ക് ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു വീഡിയോ ഒക്കെ കാണത്തില്ലേ, ഇതൊന്നുമല്ല, ആരെക്കൊണ്ടായിരിക്കും ശ്രുതി നമുക്ക് അപകടം വരാൻ പോകുന്നത്, ഈ കടയിലുള്ള ആരെങ്കിലും കൊണ്ടാണോ എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിക്കുവാണേ. എന്നിട്ട് ശ്രുതി അവിടെ കടയിലുള്ള സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ഓടിപ്പോയി, ആകെ സംശയമായി, പേടിയും കാരണമേ അവരിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അവരുടെ അടുത്തൊക്കെ പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ പറ്റിയല്ലേ സംസാരിച്ചത്, എന്നെ നോക്കിയിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ സംസാരിച്ചതെന്നൊക്കെ സ്റ്റാഫിനോടൊക്കെ കയറി കയർക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയും, ശ്രുതി ഇങ്ങോട്ട് വന്നേ, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ, വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ശ്രുതിയെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഇല്ല ശ്രുതി, ആരോ ഞങ്ങൾക്കിട്ട് എന്തോ പണി തരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ബിസിനസ്സിൽ ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുക, കയ്യിൽ ഒരു ചില്ലി കാശില്ല, ഇപ്പതേ ഒരു വാണിംഗ് ലെറ്ററും, എനിക്കാകെ ടെൻഷൻ കയറുന്നു, പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട്, ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇതാരായിരിക്കും ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ചത്, ഇനി ആ നവീനായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നവീനോ, അതെന്തിന്, അല്ല നിന്റെ കള്ളത്തരങ്ങളൊക്കെ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കും എന്നുള്ളൊരു ഭീഷണി കത്താണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഏയ് അതൊന്നും ആയിരിക്കില്ല, നവീൻ അന്ന് പോലീസ് വിളിച്ചുകൊണ്ടും പോയില്ലേ, പിന്നെ ആരായിരിക്കും, ആ നീലിമയായിരിക്കും, ഏയ് നീലിമ ഇപ്പം ഈ സമയത്ത് കാനഡയിൽ പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, അങ്ങനെ വിശ്വസിച്ചിരിക്കണ്ട, നിങ്ങൾ ഏതായാലും ഇവരെയൊക്കെ പേടിക്കണം, കാരണം ഇവർക്കൊക്കെ നിങ്ങളോട് ശത്രുതയുള്ളവരാ, സൂക്ഷിച്ചിരുന്നോ ശ്രുതി എന്നൊക്കെ മീര വാണിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പുതിയ കാറുമായിട്ട് വരുന്ന സച്ചിയാണ്. കാറ് പുറത്തോട്ട് സച്ചി രേവതിയെ വിളിച്ച് പറയുന്നുണ്ട്, രേവതി നീ എല്ലാവരെയും കൂട്ടി പുറത്തോട്ട് വാ, നമുക്ക് അങ്ങനെ അമ്പലത്തിലും പോയിട്ട് വരാമെന്ന് പറയുവാണേ. അപ്പോൾ രേവതി അത് പറയാൻ വേണ്ടി ചന്ദ്രയുടെ അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട്. അച്ഛാ ഞാൻ പറഞ്ഞായിരുന്നില്ലേ സച്ചിയേട്ടൻ പുതിയ കാറ് മേടിക്കുമെന്ന്, ദേ മേടിച്ച് താഴെ വന്നിട്ടുണ്ട്, എല്ലാവരോടും പുറത്തോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണ്. അമ്പലത്തിലും അങ്ങനെ പോയിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ശ്രീകാന്തേ നിങ്ങളും വാ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, ഇല്ല അച്ഛാ, ദേ വർഷക്ക് ഷോപ്പിങ്ങിന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുവാന്ന് പറയുവാണ്. അപ്പോൾ അച്ഛൻ പറയും, എന്നാൽ ശരി വാ, എല്ലാവരും വാ, സച്ചിയുടെ കാറ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ചന്ദ്ര പറയും, ഓ പിന്നെ വലിയ എയ്റോപ്ലെയിൻ അല്ലേ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ വലിയ എയ്റോപ്ലെയിൻ തന്നെ, എയ്റോപ്ലെയിൻ മേടിച്ചിട്ട് എവിടെ ഇടോടി, നിന്റെ തലയിൽ കൊണ്ടുവന്നിടോ എന്നൊക്കെ അച്ചമ്മ ചൂടാവുകയാണ് ചന്ദ്രനോട്. ഏതിൽ ഈ കുറ്റം കാണുന്നത് എന്തിനാ ചന്ദ്രയെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് ചന്ദ്രയും കൊണ്ട് പുറത്തോട്ട് പോവുകയാണ് അച്ചമ്മ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛാ നോക്കച്ചാ എങ്ങനെയുണ്ട് എൻ്റെ പുതിയ കാറെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, പുതിയ കാറോ, ഇത് സെക്കൻഡ് ഹാൻഡ് കാറല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ സെക്കൻഡ് ഹാൻഡ് ആണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇത് പുതിയതായിട്ടല്ലേ കിട്ടുന്നത്, അപ്പോൾ എനിക്കിത് പുതിയ കാർ തന്നെയാണ്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നല്ല കാറാ സച്ചി, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മയും പറയുന്നുണ്ട്, ഇപ്പോൾ രണ്ടാമത്തെ കാറായി നിങ്ങൾ, നന്നായിട്ട് ഇങ്ങനെ പുരോഗമിച്ച് വരട്ടെ ജീവിതത്തിൽ എന്നൊക്കെ അച്ചമ്മ ആശീർവദിക്കുന്നുണ്ട്. ശ്രീകാന്തും പറയുന്നുണ്ട്, സച്ചേട്ടാ ഇത് കണ്ട സെക്കൻഡ് ഹാൻഡ് ആണെന്നൊന്നും പറയത്തില്ല, നല്ല പുതിയ കാറ് പോലെ തന്നെയുണ്ട്, സച്ചേട്ടൻ്റെ പഴയ കാറിൻ്റെ അതേ മോഡലല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചേട്ടൻ പറയും, ബ്രാൻഡ് സെയിമാ പക്ഷെ മോഡൽ വേറെയാന്നൊക്കെ പറയുന്നുണ്ട്. കൊള്ളാം, ഏതായാലും സച്ചേട്ടൻ ഇതേപോലെ ഒരുപാട് കാറുകളൊക്കെ എടുത്ത് ഒരു ട്രാവൽ ഏജൻസി പോലെ തുടങ്ങുമെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. വർഷ അതേസമയം കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ചന്ദ്രക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. അച്ചമ്മയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി വെച്ചടി കയറ്റുമായിരിക്കും, ഇപ്പോൾ 2 കാറായി, ഇനി 4 കാറ്, 8 കാറ്, അങ്ങനെ ഒരുപാട് കാറുകൾ ഈ വീട്ടിലോട്ട് വരട്ടെ എന്നൊക്കെ അച്ചമ്മ അനുഗ്രഹിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ചമ്മേ ഈ താക്കോൽ മേടിച്ച് ഞങ്ങളെ ഒന്ന്, ഈ താക്കോൽ അച്ചമ്മയുടെ കൈ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മേടിക്കണം, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുക അച്ചമ്മ എന്ന് പറഞ്ഞ് താക്കോൽ അച്ചമ്മയുടെ കൈ കൊടുക്കുന്നുണ്ട്. അച്ചമ്മ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് സച്ചിക്ക് കൊടുക്കാൻ മുമ്പ് സച്ചി പറയും, രേവതിയുടെ കൈ കൊടുക്കുക അച്ചമ്മയെന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, കണ്ടോടാ ഭാര്യനോട് എന്താ സ്നേഹം, എൻ്റെ മോളുടെ രാശി അത്രയും നല്ല രാശിയാണ്, ഇനി രേവതി കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ ഇനി വെച്ചടി കയറ്റുമായിരിക്കും എന്നൊക്കെ അച്ചമ്മ രേവതിയെ പൊക്കി പറയുന്നുണ്ട്.
അച്ചമ്മ പറയുന്നുണ്ട്, സച്ചി പുതിയ കാറൊക്കെ അല്ലേ, അച്ഛനും അമ്മേനെയും കൂട്ടി നീ അമ്പലത്തിലൊക്കെ പോയിട്ട് വാന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയും, ഹാ ശരിയാ അമ്പലത്തിൽ പോയിട്ട് വരാം, അച്ഛമ്മയും വാന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും, ഞാനൊന്നും വന്നില്ല, നീ അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, കാറിൽ ഒരുപാട് സ്ഥലമുണ്ട് അച്ഛമ്മേ, അച്ചമ്മക്ക് സുഖമായിട്ടിരിക്കാന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും, ഓ ഇങ്ങനെ ഒരുത്തൻ, ഇവന് ഞാൻ പറയുന്ന കാര്യങ്ങളും മനസ്സിലാവുന്നില്ല, രേവതി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അച്ഛമ്മേ അച്ഛൻ്റെ അമ്മയുടെ വഴക്ക് മാറ്റാൻ വേണ്ടി നോക്കുക, അത് അവരെ കൊണ്ടുപോകാൻ പറഞ്ഞത്, നമുക്ക് അവരെ ആയിട്ട് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, ഓ ശരി ആ കാറിലെ ഇത്തിരി സ്ഥലം കുറവാണ്, അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അച്ഛനെയും അമ്മനെയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വരാം, രേവതി നീയും വാ എന്ന് പറഞ്ഞിട്ട് അവർ കാറിലോട്ട് കയറാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ ഫ്രണ്ടിൽ സച്ചിയുടെ കൂടെ കയറുവാണേ. അപ്പോഴേക്കും അച്ഛമ്മ പറയും, രവി നീ എവിടെ കയറുന്നു? അപ്പോൾ രവീന്ദ്രൻ പറയും, ഞാൻ ഫ്രണ്ടിലോ, നീ ബാക്കിൽ പോയി കയറുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ഇല്ലമ്മ ബാക്കിൽ നല്ല കുലുക്കമായിരിക്കും, ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഏയ് ബാക്കിലൊന്നുമില്ല, ഈ കാറിൽ ഫ്രണ്ടിലാ കുലുക്കം, അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ, അച്ഛൻ പുറകോട്ട് കയറുമെന്ന് പറയുവാണ്. അപ്പോൾ അച്ഛമ്മ പറയും, രേവതി നീ ഫ്രണ്ടിൽ സച്ചിയുടെ കൂടെയും കയറുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി കാറിൽ കയറുവാണ്. സച്ചിക്കും രേവതിക്കും നല്ല സന്തോഷത്തിലാണ് അച്ഛനും അമ്മനെയും കൂട്ടി അമ്പലത്തിൽ പോകുന്നതിൻ്റെ. അവരുടെ വഴക്ക് ഇതിലൂടെ മാറ്റാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷം. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.